അപ്പോൾ തുടങ്ങിയാലും ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മളിങ്ങനൊരു തോരൻ വെക്കാം കേട്ടോ, തോരൻ വെക്കാൻ പോവാം കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ 18 രൂപയാണ് ഗൈസ് ഞാൻ വാങ്ങിച്ച തേങ്ങയ്ക്ക്. കുഞ്ഞു തേങ്ങയാണെങ്കിലും ഒത്തിരി ഉണ്ടാകത്ത് കേട്ടോ. പക്ഷേ ഇവിടെ തേങ്ങയും പാരയും കുന്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ കുത്തി പൊളിച്ചെടുക്കണം അതിനകത്തുനിന്ന്. ഒരു വിധത്തിൽ ഞാൻ ഭാഗ്യത്തിന് കൈ മുറിഞ്ഞില്ല, അല്ലെങ്കിൽ കൈയൊക്കെ മുറിയേണ്ടതാണ് ഗൈസ്. എന്തോ ഭാഗ്യം കൊണ്ട് കൈയൊന്നും മുറിഞ്ഞില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ രണ്ട് കഷ്ണങ്ങളായിട്ടും ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇത് വൻപയർ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന കേട്ടോ, കുതിർത്ത് വേവിച്ചിട്ട് കഴുകി വെച്ചിരിക്കുന്ന. അത് നമുക്ക് പിന്നെ തണുപ്പിക്കാൻ വേണ്ടി കുറേ നേരം ആകുമല്ലോ ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളിനി അതിന് വേണ്ട സംഭവങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ ഗൈസ്, പിന്നെ ഞാൻ എന്തിനൊക്കെ കടന്നെന്നാണ് നമ്മൾ പറഞ്ഞുതരാം ഗൈസ്. തേങ്ങ ഇട്ടിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ ഉള്ളി ഇടുന്നു, സവോള ഇടുന്നു ഗൈസ്. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ, വെളുത്തുള്ളി, പിന്നെ എരിയില്ലാത്ത മുളക്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഇച്ചിരി ഒരു മുളക് പൊടി ഇട്ടേക്കാം, അല്ലെങ്കിൽ ഒരു മാതിരി ഇത് വരത്തില്ല. ഞാൻ എന്തൊരു ഇച്ചിരി ഒരു കളർഫുള്ളാക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചത് കൂടിപ്പോയതുകൊണ്ട് ലാസ്റ്റ് നമുക്കത് കറിയാക്കേണ്ട വന്നു ഗൈസ്. എൻ്റെ ഉള്ളിയൊക്കെ ഇതാക്കി എൻ്റെ കയ്യിൽ. പിന്നെ കുറച്ച് പയർ ഞാൻ അതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇനി അതുകൂടെ അരച്ചെടുക്കാം കേട്ടോ. അത് അതിനകത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത്, വെള്ളം ഞാൻ കുറച്ചാട്ടോ കുറുക്കിയായിട്ടാണ് ഇട്ടത്. അത് നമ്മുടെ കറി റെഡി. അപ്പം പിന്നെ അതിൻ്റെ കൂടെ കൂട്ടാനുള്ളതെന്ന് വെച്ചാൽ കണ്ടില്ല, എൻ്റെ കറി കണ്ട് ഗായ്സ്, ചോറും പിന്നെ നമ്മുടെ പയർ കറിയും, അതുപോലെ തന്നെ ഞാനൊരു മുട്ടയും കൂടെ പൊരിച്ചിട്ടായിരുന്നു. ഉള്ളി, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതുകൂടെ ഇട്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് പച്ചമുളകൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ.